അത്ഭുത പ്രവർത്തനം നടത്തുന്ന നിയോഗമാതാവേ, അവിടുത്തെ കൃപ ആവശ്യമുള്ള മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹമുള്ള അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതവുമായ മാതാവേ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളെ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായനാണ്, ഞാൻ എത്ര ദുർബലനാണ്, ഞാൻ എത്ര ഉരുകിയതാകുന്നുവെന്ന് മാതാവേ, അമ്മേ, നീ അറിയുന്നുവല്ലോ. എൻ്റെ വേദനകളും ഈ പ്രയാസങ്ങളും കുരുക്കുകളും എന്നെ വിരിഞ്ഞിരിക്കുന്നത് കണ്ണുനീരോടെ അമ്മയെ അറിയിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ, പ്രയാസങ്ങൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള നിയോഗമാതാവേ, മറിയമേ, എൻ്റെ ജീവിതത്തിൻ്റെ തിരശീല ഉയർത്തി നിന്നെ ഭരമേൽപ്പിക്കുന്നു. അമ്മേ, വിമല ഹൃദയമേ, കനിവുള്ള കടലേ, നീയാകുന്നു എൻ്റെ ശരണം. വെറുക്കപ്പെട്ട ശക്തികൾക്ക് ചോർത്തിയെടുക്കുവാൻ കഴിയുകയില്ല എൻ്റെ വിശ്വാസം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതം നടത്തിയ നിയോഗമാതാവേ, നിന്റെ നന്മകൾ വാഴ്ത്തുവാൻ എൻ്റെ നാവ് നീ ഉപയോഗിച്ചതിനാലും എൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് നീ അറിഞ്ഞതിനാലും നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ. ശക്തിയുള്ളതും വിശ്വാസവുമായ നിന്റെ കൃപയാൽ നിന്റെ മകനും ലോകത്തിൻ്റെ രക്ഷകനുമായ ഈശോയിലുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ നിന്റെ കൈകളിലെടുക്കണമേ. ഈ നിസ്സഹായകരായ നിന്റെ മക്കളിൽ നിന്നെടുത്ത് മാറ്റണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.